നമ്മൾ ചുരിദാർ എടുക്കാനൊക്കെ ഷോപ്പിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള ചുരിദാറുകളുണ്ടാവും. പക്ഷേ അതിന് ഒന്നുകിൽ ഒരു ഷോർട്ട് സ്ലീവ് ആയിരിക്കും, അതല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിരിക്കും. ഷോർട്ട് സ്ലീവ് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇഷ്ടപ്പെടുന്ന ചുരിദാർ ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സ്ലീവ്ലെസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്ലീവ് ഉള്ള ചുരിദാറിനെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്ലീവ് വെക്കാം എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ ടോപ്പിന് ഒരു ചെറിയ സ്ലീവ് ഉണ്ട്, ഒരു 6 ഇഞ്ച്, അതായത് ഒരു തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒരു 5.5 ഇഞ്ച് നീളമുള്ളൊരു ഷോർട്ട് സ്ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുട്ടിക്കൊരു 3/4 സ്ലീവ് തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന് ആ സെയിം കളറിലെ ഒരു തുണി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പകരം അതിനകത്തുള്ള പ്രിൻ്റുള്ള ഒരു മിൽക്കി വൈറ്റിൻ്റെ പ്രിൻ്റായിരുന്നു. ആ മിൽക്കി വൈറ്റിൻ്റെ ഒരു തുണി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ പെർഫെക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. ആദ്യമേ ഞാൻ ആ കൈ അതിനകത്തുനിന്ന് അഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ കൈ വെച്ച് തന്നെ നമുക്ക് അളവുകൾ വരച്ചെടുക്കാം. കാരണം ഇനി അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർ അത് ഓൾറെഡി അളന്നാണ് വെട്ടി അതിനകത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കൈക്കുഴി അളക്കാനൊന്നും പോകണ്ട. അത് മേലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ ഇതിനകത്ത് കൈ അളവ് കൊടുത്തേക്കുന്നത് അത് വെച്ച് വരച്ചാൽ മതി. ഞാൻ താഴെ സ്ലീവ് ഓപ്പണിങ്ങിന് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അങ്ങ് വരച്ചെടുത്താൽ മതി. എന്നിട്ട് ആ 5.5 ഇഞ്ചുമായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആ ഷോർട്ട് സ്ലീവ് ഉണ്ടായിരുന്നതിൽ നിന്നും നമുക്കൊരു 4 ഇഞ്ച് വീതിക്ക് വെട്ടിയെടുത്തിട്ട് സ്ലീവ് ഓപ്പണിങ്ങിൽ വെച്ചടിച്ചു കൊടുക്കാം. ഇങ്ങനെ ആകവശത്ത് വെച്ചടിച്ചതിന് ശേഷം ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് അടിച്ചെടുക്കാം. ഇത്രയും തുണി നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഈ കൈ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങനെ അകത്ത് നിന്നും വെച്ച് പുറത്തേക്ക് വെച്ചടിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഇത് സ്ലീവ് ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ലീവ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇതൊരു എക്സ്ട്രാ സ്ലീവ് വെച്ചടിച്ചതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് ഈ സ്ലീവ് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് 2 മെത്തേഡ് ഞാനിവിടെ പറയുന്നുണ്ട്. ഒന്ന്, നമുക്കൊരു ഷോർട്ട് സ്ലീവ് അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിലുള്ളതും, ഒരെണ്ണം സ്ലീവ്ലെസ് ആണ്, നമുക്കുള്ള കയ്യിൽ സ്ലീവ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ 2 മെത്തേഡ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു ഷോർട്ട് സ്ലീവ് കിട്ടുവാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിസൈൻ്റെ കളറിലെ തുണിയാണ് നമുക്കിടയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ചുരിദാറിൻ്റെ ഡിസൈൻ എന്താണ്, അപ്പോൾ ഇതിനകത്തൊരു ലീഫ് ഡിസൈനാണ്. ഞാൻ അതിനെ ഒരു ട്രേസിങ് പേപ്പറിനകത്ത് ഒന്ന് അതേപോലെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാലൻസ് തുണികളിനകത്ത് വെച്ചിട്ട് ആ സെയിം ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഒരു ആലിലയുടെ ഷേപ്പാണ് അതിന്. ആ ഷേപ്പ് ഞാൻ അതിൽ നിന്നും ട്രേസ് ചെയ്തെടുത്ത ഒരു പേപ്പർ വെച്ചിട്ട് ഇതുണ്ട് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെട്ടി നമുക്ക് എത്രത്തോളം കിട്ടുമോ അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് എത്രത്തോളം വേണമോ അതനുസരിച്ചിട്ട് നമുക്ക് കുറേ എണ്ണം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇവിടെ തുണി വളരെ കുറവാണ്, അതുകൊണ്ട് വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. പക്ഷേ പരമാവധി ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, എത്രത്തോളം നമുക്ക് വേസ്റ്റ് ഇല്ലാതെ വെട്ടിയെടുക്കാമോ അത്രത്തോളം വേസ്റ്റ് ഇല്ലാതെ പരമാവധിയും വെട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം കൈക്ക് മറ്റേ ഇത് നിറച്ചും ഡിസൈനുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും കൈക്കുണ്ടെങ്കിൽ മാത്രമേ അതിന് ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. കണ്ടോ, ഇങ്ങനെ ഞാൻ കുറേ ലീഫ് വെട്ടിയെടുത്തിട്ടുണ്ട്.
കണ്ടോ, നമുക്ക് ഇത്രയും ലീഫ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ചെറിയ ലീഫുണ്ട്, കാരണം അതിനകത്ത് ചെറിയ ലീഫുകൾ ഉണ്ടായിരുന്നു ആ ഡിസൈനകത്ത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഈ അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇന്നാളെ പറഞ്ഞായിരുന്നു നമ്മൾ ആദ്യമേ ഒന്ന് വെച്ച് നോക്കണം എവിടൊക്കെയാണ് ലീവ് ഡിസൈൻ വരേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഒട്ടിച്ചെടുക്കണം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ പാറ്റേൺ മാറിപ്പോവും. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അതിനെല്ലാം ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ. അപ്പോൾ നമ്മൾ 2 കൈയിലും ഇതുപോലെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു ഗോൾഡ് കളറിലെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കും അതുപോലെ ആ ലീഫിന് ഗോൾഡ് കളർ കൊണ്ട് ഒരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്ത് ഔട്ട്ലൈൻ കൊടുത്തെടുക്കാം. എങ്കിൽ മാത്രമേ അതൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവത്തില്ല. നമ്മൾ വെച്ചൊട്ടിച്ച് കണക്കിരിക്കും. ഇതുപോലൊരു ഗോൾഡ് കളറിലെ പെയിൻറ് എടുത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇതൊരു ഫാബ്രിക് പെയിൻറ് തന്നെയാണ്, കഴിയാലൊന്നും പോകത്തില്ല, നന്നായിട്ടിരിക്കും. പക്ഷേ എനിക്ക് അതിനകത്ത് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇത് അവർ കൊടുത്തിരിക്കുന്ന കുറച്ച് വൈറ്റ് കളറുള്ളതും നമ്മൾ കുറച്ച് കൊടുത്തതിന് കുറച്ച് കൂടുതൽ യെല്ലോ കളറുള്ളതുമായിട്ടുള്ള ഒരു പെയിൻ്റ് ആയിരുന്നു. ഇതാ നോക്കൂ, അവർ കൊടുത്തതിന് കുറച്ച് വൈറ്റ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ എനിക്ക് തോന്നുന്നത് കാണാമെന്നാണ് തോന്നുന്നത്. അത് ഒരു ഗോൾഡ് കളറും ഇതൊരു വൈറ്റ് കളറും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വൈറ്റ് കളറ് ഈ ഗോൾഡിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ സെയിം കളർ തന്നെ കിട്ടും. എത്രത്തോളം വൈറ്റ് വേണമോ അത്രത്തോളം വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഗോൾഡ് കളർ മാറ്റിയിട്ട് അവർ കൊടുത്തിരിക്കുന്ന സെയിം കളർ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ആയിട്ടില്ല, കുറച്ചും കൂടെ വൈറ്റ് വേണം. നമ്മൾ കുറച്ചും കൂടെ യെല്ലോ കളറാണ് നമ്മളുടെ ഇതിന്. കുറച്ചും കൂടെ നമുക്ക് വൈറ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് സെയിം കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലായിടത്തും നമുക്ക് ഈ പെയിൻറ്റ് കൊടുത്ത് ഒന്ന് എല്ലാ ലീഫുകൾക്കും ഔട്ട്ലൈൻ കൊടുത്തെടുക്കാം. അങ്ങനെ എല്ലാ ലീഫിനും ഔട്ട്ലൈൻ കൊടുത്ത് പെർഫെക്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഒരു 8 മണിക്കൂറെങ്കിലും ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. ഒരിക്കലും ഡയറക്റ്റ് പെയിൻറ്റിൻ്റെ മേലിൽ അയൺ ചെയ്യരുത്. തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് സ്ലീവ് കിട്ടിയിട്ടില്ല. അതായത് ഇപ്പം നമുക്കൊരു ഷോർട്ട് സ്ലീവ് ഉണ്ടായിരുന്നു, ഇനി നമുക്ക് സ്ലീവേ ഇല്ല, സ്ലീവ്ലെസ് ടോപ്പാണ് കിട്ടിയെന്ന് വെച്ചുള്ളത്. അതിനെങ്ങനെയാണ് നമ്മൾ സ്ലീവ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതാണോ കളറിലെ സ്ലീവ് അതിൻ്റെ കളറിലെ സ്ലീവിനുള്ള തുണി എടുക്കുക. ആ തുണി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡിസൈനിൻ്റെ പാറ്റേണിൻ്റെ കളർ നോക്കണം. കളർ നോക്കിയതിന് ശേഷം ആ കളർ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡിസൈൻ കൊടുക്കാനൊക്കെ കൊണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇതൊരു മിൻറ്റ് ഗ്രീൻ കളറായതുകൊണ്ട് ഈ സെയിം കളർ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ മിൻറ്റ് ഗ്രീനാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിന് ബ്ലൂ കൂടുതലും ഗ്രീൻ കുറച്ചുമാണ് ഇതിന് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സെയിം കളർ കിട്ടുക. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ആ സെയിം കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉള്ളിലുള്ള ഡാർക്ക് കളർ കിട്ടാനെ കൊണ്ട് കുറച്ചും കൂടെ ഗ്രീനും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഡാർക്ക് കളർ കിട്ടും. ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. എത്രത്തോളം നമ്മൾ ഡാർക്ക് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കളറ് കൂടുതൽ ഡീപ്പായിട്ടുള്ള കളറ് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ കളർ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ
കുറച്ചും കൂടെ ഗ്രീൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഉള്ളിലുള്ള ഡാർക്ക് ഗ്രീൻ കളർ കിട്ടും. അതിനുശേഷം പിന്നെ നമ്മൾ വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് ലൈറ്റ് കളറിലേക്ക് പോകും. നമ്മൾ എപ്പോഴും ഫാബ്രിക് പെയിന്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം, ഫാബ്രിക് പെയിന്റ് എന്നല്ല ഏത് പെയിന്റിങ്ങിനും നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഉള്ളിലുള്ള ഡാർക്ക് ഗ്രീൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ലൈറ്റ് കളറിലേക്ക്. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് തന്നെ ഫാബ്രിക് പെയിന്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ തുണിയിലുള്ള ഡിസൈൻ നമ്മൾ ആദ്യം ഒന്ന് ട്രേസ് ചെയ്തിട്ട് കൈക്ക് ആ ഡിസൈനിൽ ഇത് പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഇത് സ്ലീവ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. തുണിയിൽ പെയിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഒരിക്കലും നമ്മൾ ഡിസൈൻ ചെയ്ത ആ പെയിന്റിനകത്ത് പറ്റാതെ നോക്കണം. കാരണം നമ്മുടെ ഡിസൈനിൽ നിന്നും പെയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്നൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ താഴെ നല്ല സ്ട്രെയിറ്റ് നിരപ്പുള്ളൊരു ഭാഗത്തിട്ടിട്ട് വേണം പെയിന്റ് ചെയ്യാനെ കൊണ്ട് ആ പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ അതിൽ മുട്ടാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ നമ്മുടെ പെയിന്റ് ചെയ്ത് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് കയ്യിൽ വെച്ചടിച്ചെടുക്കാം. കണ്ടോ, കയ്യിൽ വെച്ചടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.